കൊടിസുനിയുടെ പരോൾ റദ്ദാക്കരുതെന്ന കുടുംബം ടി.പി. കേസിലെ മറ്റ് പ്രതികൾക്ക് പരോൾ ലഭിക്കുന്നു. സുനിക്ക് പരോൾ ലഭിക്കുമ്പോൾ മാത്രമാണ് വിവാദമാകുന്നത്. മാധ്യമങ്ങൾ വിവാദങ്ങൾ ഉണ്ടാക്കരുതെന്നും സുനിയുടെ അമ്മയും സഹോദരിയും ആവശ്യപ്പെടുന്നു. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട് പരോളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ വിവാദങ്ങൾക്കെതിരെയുള്ള പ്രതികരണമായിട്ടാണ് ഇത് മനസ്സിലാക്കുന്നത്. എന്താണ് കുടുംബം പറയുന്നത്? വിശദാംശങ്ങൾ എന്താണ്? ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ ചർച്ചകൾക്കും അത്തരത്തിൽ ഈ പരോൾ റദ്ദാക്കണമെന്ന ആവശ്യങ്ങൾക്കുമെതിരെ സുനിയുടെ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. സുനിയുടെ അമ്മയും സഹോദരിയുമാണ് തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ ഇത്തരത്തിൽ ചില ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഈ ടി.പി. കേസിലെ തന്റെ മറ്റ് പ്രതികൾക്കടക്കം പരോൾ ലഭിക്കുന്നുണ്ട് ആവശ്യത്തിന്. അങ്ങനെ അവർ പരോൾ ലഭിച്ച് പുറത്തിറങ്ങുമ്പോൾ ഒന്നുമില്ലാത്ത വിവാദമാണ് സുനി പരോൾ ലഭിച്ച് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്നത്. ഇത് മാധ്യമങ്ങൾ വലിയ വിവാദമാക്കുകയാണ്. ഈ വിവാദങ്ങളിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറണം. ഒപ്പം തന്നെ ഈ സുനിയുടെ ഈ ഒരു പശ്ചാത്തലത്തിൽ സുനിയുടെ പരോൾ റദ്ദാക്കരുത്. കാരണം 6 വർഷത്തിന് ശേഷമാണ് സുനിക്ക് പരോൾ ലഭിക്കുന്നത്. സുനിയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടും കുടുംബത്തിന് ആശങ്കകളുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് കുടുംബം ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. സുനിയുടെ അമ്മയുടെ അപേക്ഷ പരിഗണിച്ചാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലിലൂടെയാണ് ഇപ്പോൾ ടി.പി. കേസിലെ പ്രതിയായ കൊടിസുനിക്ക് പരോൾ നൽകാനുള്ള ഒരു തീരുമാനം എടുത്തത്. ഈ തീരുമാനം വന്നതിന് പിന്നാലെ അത് വലിയ വിവാദമാവുകയും ചെയ്തു. കർശനമായ ഉപാധികളോടുകൂടിയായിരുന്നു സുനിക്ക് പരോൾ അനുവദിച്ചത്. കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുത് എന്നതുൾപ്പെടെയുള്ള ഉപാധികൾ ഉണ്ടായിരുന്നു. നിലവിൽ വയനാട് ജില്ലയിലാണ് സുനി ഉള്ളത്. ഈ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലേക്ക് പ്രവേശിക്കരുത് എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ആ നിർദ്ദേശം ഉൾപ്പെടെ പാലിച്ചു തന്നെയാണ് സുനി ഇപ്പോഴും ഒരു നിമിഷം തുടരുക. ഇപ്പോൾ കുടുംബത്തിന്റെ പ്രതികരണമുണ്ട് അമ്മയുടെ വാക്കുകളിൽ. 20 വർഷം തടവ് കിട്ടിയ ആളാണ്. അങ്ങനെയാണെങ്കിൽ ഇതേ കേസിൽ ഇതേ ശിക്ഷ കിട്ടി ഉള്ള ബാക്കിയുള്ളവർക്കൊക്കെ ഇടക്കിടക്ക് പരോള് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവന്റെ പരോള് കിട്ടുമ്പോൾ മാത്രം എന്തിനാണ് ഇത്ര വിവാദമാക്കേണ്ടത്? എല്ലാവർക്കും ഉള്ള ആനുകൂല്യം നിയമപരമായിട്ട് ഇവനും കിട്ടേണ്ടതല്ലേ? അതേ ഞങ്ങൾ ചോദിക്കുന്നു. ഇപ്പോൾ കുടുംബത്തിൻ്റെ പ്രതികരണമാണ്, സഹോദരിയുടെ പ്രതികരണമാണ് കേട്ടത്. നിഖിൽ, ഇപ്പോൾ സഹോദരി ചോദിക്കുന്നത് മറ്റുള്ളവർക്കൊക്കെ പരോൾ കിട്ടുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നുമില്ല, കൊടിസുനിക്ക് കിട്ടുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നം, അതിൽ എന്താണ് കുഴപ്പം എന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെയാണ്. എന്താണ് ഈ ഘട്ടത്തിൽ കണ്ണൂരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഒപ്പം പി ജയരാജൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ വാർത്ത നൽകിയിരുന്നു. ഇത് രണ്ടും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത് എന്ത് തരം ആവശ്യമാണ്? ആ കുടുംബം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ അത് പ്രസക്തം തന്നെയാണ് ഗൗതം. കാരണം ഇതേ കേസിലെ ടി.പി. കേസിലെ തന്നെ പ്രതിയായ മുഹമ്മദ് ഷാഫി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരോൾ ലഭിക്കുന്നത് നിത്യ സംഭവമാകുന്ന സാഹചര്യമുണ്ട്. ഷാഫിയൊക്കെ വളരെയധികം കാലം പുറത്തു തന്നെ ഉള്ള, അതായത് ജയിലിന് പുറത്തു തന്നെ ഉള്ള സാഹചര്യമാണ്. ഇപ്പോഴും ഷാഫിയും മറ്റും പരോളിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ കൊടിസുനിക്ക് മാത്രമാണ് ഈ പരോൾ ലഭിക്കുന്നതിൽ ഈ വിവാദങ്ങളും ഒപ്പം തന്നെ തടസ്സവും ഉണ്ടാകുന്നത്. അതിന് പക്ഷേ ഒരു കാരണമുണ്ട്. ഈ കൊടിസുനി ഇതുമായി ബന്ധപ്പെട്ട് ഈ ജയിലിൽ കഴിയുമ്പോൾ തന്നെ, ടി.പി. കേസിലെ പ്രതി എന്ന നിലയിൽ ജയിലിൽ കഴിയുമ്പോൾ തന്നെ മറ്റ് പല കേസുകളും സുനിക്കെതിരെ ഉണ്ട്. ഈ കേസുകൾ കൂടി പരിഗണിച്ചാണ് സുനിക്ക് പരോൾ ലഭിക്കുന്നത് തടയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൂടി പരിഗണിച്ചാണ് സുനിയുടെ പരോൾ നീണ്ടതും. ഏതായാലും നിലവിൽ ഈ പരോളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അത് അനാവശ്യമാണെന്നതാണ്. ശരി, വ്യക്തമാണ് നിഖിൽ. എന്തായാലും ഇപ്പോൾ കൊടിസുനിക്ക് പരോൾ നൽകിയതിൽ മാത്രം വിവാദം ഉണ്ടാക്കുന്നത് എന്താണ് എന്നാണ് കുടുംബം ചോദിക്കുന്നത്. അതിന് പലതരത്തിലുള്ള ചർച്ചകളും ഉയർന്നു വരികയാണ്. കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂരാണ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയത്.